നമസ്കാരം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിൽ CPIക്ക് അതൃപ്തി. ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. ഉണ്ടാകാൻ പാടില്ലാത്ത പാളിച്ചയെന്ന് ബിനോയ് വിശ്വം. പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. രണ്ടുനാൾ മാത്രം പുതുക്കിയ ടെസ്റ്റിനുള്ള ഗ്രൗണ്ടുകൾ സജ്ജമായില്ല. 86 ഗ്രൗണ്ടുകൾ വേണ്ടിടത്ത് തയ്യാറായത് ഒരെണ്ണം മാത്രം. ലേണേഴ്സ് ടെസ്റ്റിന് പോലും തീയതി കിട്ടാനില്ല. വേനൽ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. പാലാരിവട്ടത്തെ കൊലപാതകം സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ. കോട്ടയത്തെ 26-കാരനെ കുത്തിക്കൊന്നത് മദ്യപാനത്തിനിടെ. പുതിയ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മലയാളി താരങ്ങളുടെ അരങ്ങേറ്റം കാത്ത ആരാധകർ. ISL രണ്ടാം പാദ സെമിയിൽ മോഹൻ ബഗാൻ ഒഡീഷ പോരാട്ടം. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ക്വാർട്ടർ ഉറപ്പിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും നിർണായക മത്സരങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുന്നതിൽ CPIക്ക് എതിർപ്പ്. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ.പി.യുടെ തുറന്നുപറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നാണ് CPIയുടെ വിലയിരുത്തൽ. ഇ.പി. ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഇ.പി. ജയരാജൻ വിഷയം CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPIയുടെ നിലപാട്. ഇടതുമുന്നണി കൺവീനർ കൂടിയാണ് ഇ.പി. ജയരാജൻ. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് അത് തുറന്നു സമ്മതിക്കുകയും ചെയ്തതോടെ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് പ്രചരണമാക്കുന്നതിനിടയിൽ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് ദിവസം തന്നെ ഇ.പി. കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ പക്വതയില്ലാത്ത നിലപാടായി. തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണിയാകെ പ്രതിസന്ധിയിലാക്കിയ ഇ.പി. ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPMനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വൃത്തികെട്ട ചീത്തപ്പണം എല്ലായിടത്തും പിടിമുറക്കാൻ ശ്രമിക്കുകയാണ്. എല്ലായിടത്തും ഇതിന്റെ പാഠം അതാണ്. ജാഗ്രത പാലിക്കണം. ആ ജാഗ്രത പാലിക്കാൻ കൂടുതൽ കടമയുള്ളത് ഏതും നദിയെ എത്തിപ്പിടിക്കാൻ കടപ്പെട്ട ഇടതുപക്ഷമാണ്. ഇത്തരത്തിലുള്ള പാളിച്ച സംഭവിക്കാൻ പാടില്ല. ഇ.പിക്കെതിരെ ഉചിതമായ നടപടി CPM എടുക്കുമെന്ന വിശ്വാസത്തിലാണ് CPI ഇപ്പോഴുമുള്ളത്. നടപടിയെടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. അടുത്ത മാസം 2-ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിഷയങ്ങൾ ചർച്ച ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം. ഇ.പി. ജയരാജൻ വിഷയത്തിൽ പ്രതികരിക്കാതെ സംസ്ഥാന സെക്രട്ടറി. CPIM സംസ്ഥാന സെക്രട്ടറി. വിവാദം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിനും MV ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. 8 മുതൽ 12 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് അവകാശവാദം. പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് UDFന് അനുകൂലമായ തരംഗം കേരളത്തിൽ അലയടിച്ചിട്ടില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. അതിന് കാരണമായി പറയുന്നത് പഴയ വോട്ട് ചരിത്രമാണ്. 2009 73.5% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 16 സീറ്റും 2019 77.84% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 19 സീറ്റും UDFന് കിട്ടി. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞ് 71.20 എത്തിയപ്പോഴാണ് 19 സീറ്റ് 2004 LDFന് കിട്ടിയത്. 71.5 ഇത്തവണത്തെ പോളിംഗ്. അതുകൊണ്ട് സർക്കാർ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിട്ടില്ലെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കാര്യമായ പോളിംഗ് നടക്കാത്തതും ഭരണവിരുദ്ധ വികാരം അലയടിച്ചില്ല എന്നതിന്റെ സൂചനയായാണ് നേതാക്കൾ പറയുന്നത്. 8 മുതൽ 12 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് മുന്നണി നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ബൂത്ത് തലത്തിലെ കണക്ക് ക്രോഡീകരിക്കാതെയാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്ത് തലത്തിലെ കണക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം. പ്രകാശ് ജാവദേക്കറെ കണ്ടതിനു ശേഷം തുടർ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് CPM മുൻ MLA S. രാജേന്ദ്രൻ. BJPയിലേക്ക് പോകില്ല. പ്രചരിക്കുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണ്. തന്നെയും കുടുംബത്തെയും ആരും ഭീഷണിപ്പെടുത്തി CPMൽ നിർത്തിയിട്ടില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു. ആ വാർത്തകളിലൊന്നും ഒരു വാസ്തവവും ഇല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ നിലപാടും ആ കാര്യങ്ങളുമാണ് നിലവിലുള്ളത്. ചാനലുകൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവരിതിന് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വിടാമായിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പാർട്ടി ആരെയും ദ്രോഹിക്കത്തില്ല. പക്ഷെ പാർട്ടിയെ മറപിടിച്ച് ദ്രോഹിക്കുന്ന ആളുകളുണ്ട്. അത് നടക്കുന്നുമുണ്ട്. ദ്രോഹിച്ചു അവസാനിപ്പിച്ചതൊന്നും പറയാനില്ലല്ലോ. ഇനിയും ഏതെല്ലാം രൂപത്തിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെ കൂടുതൽ എന്ത് വരാൻ.
വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വസ്ത്രങ്ങൾ എത്തിച്ച സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. വസ്ത്രം കണ്ടെടുത്ത വീടിന്റെ ഉടമ രഘുലാലിനെതിരെയാണ് കേസ്. BJP നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് UDFും LDFും ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പിന് തലേദിവസമാണ് കണ്ടെയ്നറിൽ എത്തിച്ച നിരവധി തുണിക്കെട്ടുകൾ തിരുവമ്പാടി പൊന്നാങ്കായത്ത് പിടികൂടിയത്. BJP പ്രവർത്തകൻ രഘുലാൽ കാനാട്ടെന്നാളുടെ വീട്ടിലെത്തിച്ച വസ്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനായി വോട്ടർമാർക്ക് നൽകാൻ എത്തിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഈ സാഹചര്യത്തിലാണ് രഘുലാലിനെ പ്രതി ചേർത്ത് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. കൈക്കൂലി നൽകൽ IPC 171(e)(b) വകുപ്പുകളും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(i) വകുപ്പും ചുമത്തിയാണ് കേസ്. മറ്റൊരു BJP പ്രവർത്തകൻ CB കരിമ്പാറയാണ് തുണി എത്തിച്ചതെന്ന് രഘുലാൽ പോലീസിനെ അറിയിച്ചിരുന്നു. ഇത്രയും വലിയ തോതിൽ വസ്ത്രങ്ങൾക്ക് പണം കണ്ടെത്തിയതും എത്തിച്ചതും പ്രധാന നേതാക്കളുടെ അറിവോടായിരിക്കുമെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും UDF LDF നേതാക്കൾ ആവശ്യപ്പെടുന്നു. വോട്ടെടുപ്പിന് തലേദിവസം LDF പ്രവർത്തകർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പൊന്നാങ്കയത്ത് വസ്ത്രക്കെട്ടുകൾ പിടികൂടിയത്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണത്തിനായി BJP പ്രവർത്തകർ എത്തിച്ച ഭക്ഷ്യക്കിറ്റുകളും തെരഞ്ഞെടുപ്പിന് മുമ്പേ കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് 1 മുതൽ തന്നെ നടപ്പാക്കാൻ ഗതാഗത വകുപ്പ്. പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് തീരുമാനം. തിരക്കിട്ട നീക്കത്തിനെതിരെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തിങ്കളാഴ്ച CITU യോഗം വിളിച്ചു. ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കുന്നതിനായി കൊണ്ടുവന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചത്. 86 ഇതിനായി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം. എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 77 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല. ആംഗുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, കയറ്റത്തെ നിർത്തി പുറകോട്ടെടുക്കുന്നതും ഉൾപ്പെട്ടതാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി. ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം. CITUവിന് കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാൻ CITU നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഡ്രൈവിംഗ് പരിഷ്കരണം മരവിപ്പിക്കാൻ മന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് അടിയന്തര യോഗം വിളിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഒരു ദിവസം 60-ന് മുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ MVIമാരുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കി മന്ത്രിക്ക് കൈമാറി. ഇവരിൽ നിന്ന് വിശദീകരണം തേടി നടപടിയെടുത്തേക്കും. RB സനു, മീഡിയ 1, തിരുവനന്തപുരം. ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി മാറ്റത്തിലൊരുങ്ങുമ്പോഴും ടെസ്റ്റിനുള്ള തീയതി പോലും കിട്ടാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത്. ലേണേഴ്സ് എടുക്കാനും ടെസ്റ്റിനും തീയതി കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതോടെ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പ്രതിസന്ധിയിലായി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ലേണേഴ്സ് ലൈസൻസും എടുക്കുന്നതിന് വളരെയധികം കാലതാമസം നേടുകയാണ്. പുതിയ പരിഷ്കാരങ്ങളാണ് ഇതിന് കാരണം. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് എന്ന് പറയുന്ന സബ് RT ഓഫീസിന് കീഴിൽ ലേണേഴ്സ് ലൈസൻസ് അപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ അപേക്ഷിക്കാൻ കഴിയുന്ന ഡേറ്റ് ഈ മാസമില്ല, അടുത്ത മാസമില്ല, അടുത്ത മാസം അവസാനം ജൂൺ മാസം 25-ന് മാത്രമാണ് നമുക്കിനി അപേക്ഷിക്കാൻ കഴിയുക. ലേണിംഗ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ചാലും 2 മാസം കാത്തിരിക്കേണ്ടി വരും. ആയിരക്കണക്കിന് അപേക്ഷകരാണ് ഇങ്ങനെ ലേണേഴ്സിനും ഡ്രൈവിംഗ് ടെസ്റ്റിനുമായി കാത്തിരിക്കുന്നത്. ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് ഡ്രൈവിംഗ് സ്കൂളുകളെയും പ്രതികൂലമായി ബാധിച്ചു. വെക്കേഷനിൽ എടുക്കാമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട് പറയാം. ലേണിങ്ങിന് വന്ന് ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ലേണിങ്ങിൻ്റെ ഡേറ്റ്, അപ്പോഴേക്കും അവരെ വെക്കേഷൻ കഴിയും. വെക്കേഷനിലാണ് നമുക്ക് കുറച്ചെങ്കിലും വർക്ക് ഉണ്ടായിരുന്നത്, ആ വർക്ക് അപ്പാടെ പോയി. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം കൂടി നടപ്പാക്കുന്നതോടെ ലൈസൻസ് എടുക്കൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയായി മാറും. അബിയാസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. സംസ്ഥാനത്ത് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത ദിവസങ്ങളിൽ കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. അതിനിടെ മെയ് 1 വരെ 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്.
സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു. വിഷയത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് വി.ഡി. സതീശന്റെ ആവശ്യം. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷിജോ, എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി? നിഷാദ, സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വോട്ടെടുപ്പ് സുതാര്യവും നീതിപൂർവവുമായ രീതിയിലല്ല നടന്നിരുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് 2 വോട്ടുകൾക്കിടയിൽ കാലതാമസമുണ്ടാക്കിയത് പല ബൂത്തുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കനത്ത ചൂടിൽ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും വോട്ട് ചെയ്യാൻ കഴിയാതെ പല ആളുകളും മടങ്ങുന്ന സാഹചര്യമുണ്ടായി. 6 മണിക്ക് മുമ്പ് ബൂത്തുകളിലെത്തിയ പലർക്കും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ച അന്വേഷിക്കണം, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയായിട്ട് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 2 വൈസ് ചാൻസലർമാരുടെ നിയമനം അസാധുവാകാൻ സാധ്യത. നിയമനം സംബന്ധിച്ച് UGCയുടെ വിശദീകരണം എതിരായതാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC സജി ഗോപിനാഥിന് തിരിച്ചടിയാകുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതോടെ വെറ്റിനറി സർവകലാശാല VCയുടെ സ്ഥാനവും നഷ്ടമായേക്കും. സാങ്കേതിക സർവകലാശാല VC സജി ഗോപിനാഥ്, വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി നടക്കുന്നത്. UGC നോമിനിയെ ഒഴിവാക്കി നിയമനം നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. നിലവിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലുള്ള VC എന്തുതന്നെ വിശദീകരണം നൽകിയാലും അത് അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. സമാനമായി നിയമനം ലഭിച്ച ഫിഷറീസ് വൈസ് ചാൻസലറെ ഇതേ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പുറത്താക്കിയത്. ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല VCമാരുടെ കാര്യത്തിൽ UGCയുടെ ഭാഗം കൂടി കേട്ട ശേഷം നടപടിയെടുക്കാമെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. ആദ്യ VCമാരെ സർക്കാർ ശുപാർശ പ്രകാരം സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാമെങ്കിലും അംഗീകാരം ലഭിച്ച ശേഷം ചട്ടമനുസരിച്ച് നിയമനം നടത്തണം എന്നതാണ് വിഷയത്തിൽ UGCയുടെ മറുപടി. ഇതോടെ ഡിജിറ്റൽ VC സജി ഗോപിനാഥിന്റെ നില പരുങ്ങലിലായി. ഏത് സമയം വേണമെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായേക്കാം. KTU VCയുടെ അധിക ചുമതല കൂടിയുള്ളതിനാൽ അച്ചടക്ക നടപടി ഉണ്ടായാൽ അവിടെയും പുതിയ ഒരാളെ കണ്ടെത്തേണ്ടി വരും. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷ നേരത്തെ തന്നെ രാജി നൽകിയതിനാൽ നടപടി അദ്ദേഹത്തിന് ബാധകമാകില്ല. മീഡിയ 1 തിരുവനന്തപുരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന തർക്കത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ കേസ്. LH യദു എന്നയാൾക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്നാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി. കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി പെരുമാറിയെന്നും കാട്ടി KSRTC പോലീസിന് പരാതി കൊടുത്തു. ഇതിൽ കേസെടുത്തിട്ടില്ല. സ്വകാര്യ വാഹനത്തിൽ മേയറുടെ ഭർത്താവായ MLA സച്ചിൻ ദേവും ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് 3:30 ബംഗ്ലാദേശിലെ സിൽഹായ്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മലയാളി താരങ്ങളായ സജ്ന സജീവനും ആശാ ശോഭനയുമുണ്ട്. ഇരു താരങ്ങളും ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിക്കുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ. ISL ആദ്യ സെമിയുടെ 2ാം പാദത്തിൽ മോഹൻ ബഗാനും ഒഡീഷയും ഇന്നിറങ്ങും. ആദ്യ പാദത്തിൽ സ്വന്തം തട്ടകത്തിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഒഡീഷ ഇറങ്ങുന്നത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഒഡീഷയുടെ ജയം. രാത്രി 7:30 മോഹൻ ബഗാന്റെ മൈതാനമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. തോമസ് കപ്പ് ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിച്ച് ഇന്ത്യൻ വനിതാ ടീം. ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാം മത്സരത്തിൽ സിംഗപ്പൂരിനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടർ ഉറപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീം കാനഡയെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. വനിതാ സിംഗിൾസിൽ ഇഷാറാണി ബറുവ, അൻമോൾ ബർബ് എന്നിവർ ജയം കണ്ടപ്പോൾ അഷ്മിത ചലിഹ സിംഗപ്പൂർ താരം ജിയ മിന്നിനോട് നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം മുറുകുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കും ആഴ്സണലിനും ഇന്ന് നിർണായക മത്സരങ്ങൾ. മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടുമ്പോൾ ആഴ്സണലിന് ടോട്ടനമാണ് എതിരാളികൾ. 34 കളികളിൽ നിന്ന് 77 പോയിന്റുമായി ആഴ്സണലാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. 33 കളികളിൽ നിന്ന് 76 പോയിന്റുമായി സിറ്റി രണ്ടാമതുണ്ട്.
IPL ഇന്ന് 2 മത്സരങ്ങളാണ്. 3:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഹൈദരാബാദ് സൺറൈസേഴ്സിനെയാണ് നേരിടുന്നത്. സ്വർണ്ണവില. സ്വർണം 22 കാരറ്റ് പവന് 53,360 രൂപ, ഗ്രാമിന് 6,670 രൂപ. 18 കാരറ്റ് പവന് 44,640 രൂപ, ഗ്രാമിന് 5,580 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ. ഈ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഇനി ഫാസ്റ്റ് ന്യൂസ് കാണാം. ജിൽസി ജയറാജ് ചേരും.